ഗായ്സ്, അഗ്നിപറീസ വല്ലാത്ത തരം പറീസയായി പോയി. അത് പറദീസ അഗ്നിപറീസ ഇതിനകത്ത് ഒന്ന് റിവ്യൂ ചെയ്യാനില്ല ഗൈസ്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു തരാം. കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. ഫോർവേഡ് അടിച്ച് കണ്ടു എന്നുള്ളതാണ് വസ്തുത. ഭയങ്കര ബോറിംഗ് ആയിരുന്നു, എക്സ്ട്രീം ലെവൽ ബോറിംഗ് ആയിരുന്നു, ഖച്ചറയായിരുന്നു. ഇതിനെക്കാട്ടി വേറെ ഏതെങ്കിലും ഓണപരിപാടി കാണുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. മൊത്തത്തിൽ ഓണമയം ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പോയിരുന്ന് കാണി. എനിക്ക് കണ്ടിട്ട് ഭ്രാന്തളവി. ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. റിവ്യൂ ആണല്ലോ, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ശ്യാം മോഹനെ റിലേറ്റ് ചെയ്തിട്ടൊരു സംഭവം അതിനകത്ത് നടക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് ആദ്യമേ മനസ്സിലായ ഒരു കാര്യമാണ്. പലരും ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടാകും. അതിനകത്ത് ഓൺ സൈഡഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നടക്കുന്നു. ജഡ്ജസ്മാരെ ഒരാളെ അനുകൂലിക്കുന്ന ഒരു ടേമുണ്ട്. സത്യത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഗതി ട്രാൻസ് വിഭാഗങ്ങൾക്ക് വേണ്ടി ഒതുക്കപ്പെട്ടതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മൊത്തം ട്രാൻസുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രത്യേകതരം കോമഡി പപ്പറ്റ് ഷോ ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ന് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ശ്യാം മോഹൻ എന്ന് പറയുന്ന ആംബുലൻസ് ഡ്രൈവറാണ് കേട്ടോ. ആളെ ഐഡന്റിഫൈ ചെയ്യാനാണ് അദ്ദേഹത്തിന് തൊഴിൽ പറയണം, അല്ലാതെ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല. അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ടും അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടും നാളത്തേക്ക്, അതായത് ഇന്നത്തേക്ക് അദ്ദേഹത്തിനെ പൊരിക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോയുമാണ് അവിടെ വെച്ചിരിക്കുന്നത്. എല്ലാ ജഡ്ജസും ഇറങ്ങിപ്പോവുകയാണ്. ശ്യാം മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിയാകത്തില്ല, ഞങ്ങൾക്ക് ഇത് സെറ്റാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് മൈക്കൊക്കെ ഊരി തൂരെ എറിഞ്ഞുകൊണ്ട് എല്ലാ എണ്ണം ഇറങ്ങിപ്പോകുന്നുണ്ട്. അഖിലെണ്ണൻ ഇറങ്ങിപ്പോകുന്ന കേട്ടപ്പോൾ ഐ റിയലി ഫീൽ പിറ്റി. നമുക്ക് പിറ്റി പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് കാണണം. ലാസ്റ്റ് ഭാഗം മാത്രം കാണാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതൊക്കെ കണ്ട ചപ്പ് ചവറാണ്, ദേഷ്യം വരും. ഒക്കെ എണ്ണോ ഇരുന്നുകൊണ്ട് പച്ച നുണയും കൊണയും പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പേപ്പട്ടി ചേച്ചിയുടെ കഥ കേട്ടപ്പോൾ എന്തുവാ, ചേച്ചി അങ്ങ് വിളമ്പി തള്ളുകയാണ്. ചേച്ചി ഒരു ഗണ്ണ് കിട്ടിയ ചേച്ചിയുടെ നെറ്റി നോക്കി ഒരെണ്ണം തരണമെന്ന് എനിക്കുണ്ട് കേട്ടോ. അമ്മാതിരി വൾഗാരിറ്റിയാണ് ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഐ റിയലി ഫീൽ കള്ളിയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടെ ജഡ്ജസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവള് സുപ്രീം കോടതി ജഡ്ജിയാണെന്നുള്ള വിധത്തിലാണ് അവളുടെ ഒരു പെർഫോമൻസ് ഒക്കെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്യാം മോഹൻ ഓരോരുത്തരെ അനലൈസ് ചെയ്ത് പറയുന്നതിൻ്റെ ഒരു ടാസ്ക് കൊടുക്കുന്നു. ഈച്ച് ആൻഡ് എവറി വൺ പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അവരെ 12 പേരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, കൃത്യമാണ്. എങ്ങനെ പുള്ളിക്ക് ഇത് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡൗട്ട്. അതിൽ എൽദോയെ പറഞ്ഞത് ജഡ്ജസിന് ഷാ പിടിച്ചു. അതേസമയം ശ്യാമിനെ തൊട്ടത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ശ്യാം സ്ത്രൈണതയുള്ളൊരു പയ്യനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ശ്യാം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ശ്യാം അവസാനം പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ജഡ്ജസിന് ഭയങ്കര ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, ഒരു സോഫ്റ്റ് ടച്ച് ശ്യാമിനോട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വിഭാഗത്തിലുള്ള മനുഷ്യരെ ആർക്കും വെറുപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഓവർ കെയറും അമിതമായി മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള തള്ളിക്കയറ്റവും കൊണ്ട് നിങ്ങളെ സമൂഹം അവഹേളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നൊരു തോന്നലുകൂടെ ജനങ്ങൾക്ക് എത്തിക്കും. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ട്രാൻസുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കുറെ നാളുകളായിട്ട് കാണുന്നത്. ആകെ വരുന്ന മൊത്തം കോടി ജനങ്ങൾക്കിടയിൽ ഒരു 1000 പേരെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഷോ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വല്ലാണ്ട് തിരിച്ചടി കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. വൺസിൻ്റെ വൈലൊക്കെ ഓക്കെ, പക്ഷെ അത് ഫുൾ ആൻഡ് ഫുള്ള് ഇവറ്റകളുടെ കോമാളിത്തരം കൊണ്ട് നിറയുകയാണെങ്കിൽ അത് വല്ലാണ്ട് ബുദ്ധിമുട്ട് ഉളവാക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. ശ്യാം ഈ ഒരു വിഭാഗമാണെന്ന് ശ്യാം മോൻസ് പറഞ്ഞിട്ടുള്ളൂ, ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ ശ്യാം മോൻ അത് തീരുമാനം എടുക്കുകയാണ്. ശ്യാം മോനും തമ്മിലുള്ള ഫൈറ്റാണ്. ശ്യാം മോൻ തീരുമാനം എടുക്കുകയാണ്. അയാൾ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് വന്നതാണ്. അയാൾ അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അയാൾ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് വന്നതാണെന്ന്. പക്ഷെ അയാൾ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് വന്നത് ആണ് എന്നുള്ളൊരു തെളിവാണ് ശ്യാം മോൻ പുറത്തുവിട്ടത്. പുള്ളിക്കാരൻ പറഞ്ഞു ഇയാൾ ഇതിനെപ്പറ്റി പറഞ്ഞു, പക്ഷെ അതിനെപ്പറ്റി പിന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നൊരു കുറ്റമേ അയാൾക്ക് പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊരു കുറ്റമായിട്ട് കൺസിഡർ ചെയ്താൽ കളഞ്ഞാൽ മതി. പക്ഷെ ജഡ്ജസ് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നു. ജഡ്ജസ് അതിനെപ്പറ്റി വീണ്ടും ചോദിക്കുന്നു. അതിൽ കൂടെ ജഡ്ജസിന്റെ കള്ളത്തരവും പൊളിഞ്ഞ് പുറത്താകുന്നുണ്ട്. ആക്ച്വലി ഇവർ തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ കുറച്ച് ലാസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി ഈ ഒരു പ്രോഗ്രാം കാണും. രഞ്ജിനി ഹരിദാസും മറ്റ് 2 പേര്, അതായത് റിയ സലീം അഖിലും വിചാരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഒരു ആഠ്യത്വം കാണിക്കാനുള്ളൊരു മീഡിയമായിട്ടാണ് അവർക്കത് മനസ്സിലായിട്ടുള്ളത്. തങ്ങൾ എന്തോ സംഭവമാണ് എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയമായിട്ടാണ് ഈ ഒരു അഗ്നിപരീക്ഷ കണക്കാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഇനി ഈ ശ്യാമിൻ്റെ കേസിൽ അയാൾ പറഞ്ഞ ഒരു കാര്യം അത് കൃത്യമാണ്. അതിന് ശരിക്കുള്ള ഒരു കാര്യം പറയുക, ആൻസർ പറയുക, നിർത്തുക എന്നുള്ളതിന് പകരം അയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ജഡ്ജസും ശ്യാമും കൂടെ എഴുന്നേറ്റ് നിന്ന് ബഹളം വെക്കുന്ന ഒരു സീനുണ്ട്. ശ്യാമിന് അതിന് തർക്കമുണ്ട്. എന്ത് തർക്കമാണ് ശ്യാമിന് പറയാനുള്ളത്? ശ്യാം തന്നെയല്ലേ അയാൾക്കൊരു സ്ത്രൈണത ഉണ്ടെന്ന് പബ്ലിക്കിൽ പറഞ്ഞത്. അല്ലാത്ത പക്ഷം അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാലും അങ്ങനെയൊന്നും തോന്നത്തില്ല.
അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു സ്ത്രൈണതയുണ്ട്, അതുകൊണ്ട് അയാളെ അളിയാക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു പ്രതിനിധി എന്ന നിലയിൽ അയാൾക്ക് അതിനെപ്പറ്റി വല്ലതും പറയാനുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുന്നതിൽ ഇപ്പോൾ എന്താ തെറ്റിരിക്കുന്നത്? അയാൾക്ക് വേറെ കുറ്റങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അത് പറഞ്ഞത്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നതിന് പകരം അതിനെ നെഗ്ഗടിച്ചിട്ട് അയാളെ തലയിൽ കയറുന്നത് എന്താ? അപ്പോൾ പിന്നെ അതിനുശേഷം ലാസ്റ്റ് പോർഷനിൽ കാണിക്കുന്നത് നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു കുറച്ച് ഭാഗമാണ്. അതിൽ കൈ എന്തോ പറയാനായിട്ട് ശ്യാം ഇങ്ങനെ കൈ പൊക്കുമ്പോഴത്തേക്ക് രഞ്ജിനി പറയണ്ട കൈ താക്കളോ എന്ന് പറയുന്നുണ്ട്. എടി വീട്ടിൽ തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാക്കുന്നവളെ നീ നാട്ടിലുള്ള ആണുങ്ങളുടെ തലയിൽ കയറുന്നതിനൊരു കണക്ക് വേണ്ടായോ? ഇതെന്ത് തരം ഒരു വൃത്തികെട്ട ഭാഷയാണ് ഡി നാറി. അയാൾ എന്തോ പറയാനായിട്ട് കൈ പൊക്കിയതേ ഉള്ളൂ. അയാളെ അങ്ങ് ഓർത്ത് കൈതാക്കണോ എന്ന് പറയാൻ നിന്റെ വീട്ടിലാണോ വന്ന് നിൽക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഡ്ജസിന് കൊടുത്തിരിക്കുന്ന അധികാരത്തിൽ ഒരളവ് വരെ അത് സ്റ്റോപ്പ് ചെയ്യണം. ഇത്തരത്തിലുള്ള വൾഗാരിറ്റി അവിടെ വന്നിരിക്കുന്ന ബാക്കിയുള്ളവർക്കൊന്നും ഒരു വാല്യൂ ഇല്ലാത്ത കണക്ക് അവൾ പെരുമാറുമ്പം അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ് വേണ്ട. ഇവളാരാ? എന്തൊരു ധാഷ്ട്യത്! കൈതാക്കടോ എന്ന് പറയുന്ന ആ ഒരു ടേം കണ്ടു കഴിഞ്ഞത്തൊന്നും ഇവളുടെ വീട്ടിലെന്തോ കൂലി വേലയ്ക്ക് വന്ന ആളാണ് പട്ടി ആട്ടുന്നതാണൊക്കെ അവൾ ആട്ടുന്നത്. അയാളെ ശ്യാമോനെ എന്തോ തെറ്റാണെന്ന് അത് എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. ഞാൻ ഈ എപ്പിസോഡിലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഈഗറായിട്ട് ആ എപ്പിസോഡ് കാണാതിരിക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കൊടുക്കണമെന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇവള് പട്ടി കടിക്കുന്ന ആൾക്ക് കടിക്കാൻ കയറുകയാണ്. ഈ പേപ്പട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു കാര്യമൊന്നും വേണ്ട, ആരെ കണ്ടാലും അങ്ങോട്ട് കടിക്കാൻ കയറും. താൻ എന്തോ ഈ രാജ്യം മുഴുക്ക ഭരിക്കുന്ന ഒരാളാണെന്ന് തോന്നലാണ് രഞ്ജിനിക്ക്. അമ്മാതിരി ഒരു കടി ആ ചെക്കൻ്റെ വേർത്തോട്ട് കടിച്ചു കയറുന്നുണ്ട്. എന്നിട്ട് ഇട്ടിട്ട് ഇറങ്ങിപ്പോടും. എൻ്റെ പൊന്നു വാണമേ, നീ ഇനി ആ സീറ്റ് വരാതിരിക്കുന്നതിന് വല്ലതും തരണോ? നീ അമ്മാതിരി ഒരു ടോർച്ചർ സാധനമാണ്. ഈ ആളുകളുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും അവളാണ് ബിഗ് ബോസിന്റെ അധികാരി എന്ന്. അവളാണ് എല്ലാവർക്കും പേയ്മെന്റ് കൊടുക്കുന്ന ചൂരി. ഈ പറയുന്ന മനുഷ്യരുടെ എല്ലാവരെയും സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ്. അവൾ പണം വാങ്ങിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്ന കൂലി വേലക്കാരി. അവൾ വന്നിരുന്നോണ്ട് ആണുങ്ങളെ നെഞ്ചത്തോട് തള്ളി കയറുന്ന അലവലാതി സ്ത്രീ. വല്ലാത്ത തരം തൻ്റെ ഇടം തന്നെ പെണ്ണുമ്പിളക്കി. ആ അട്ടി പറ്റിക്കാൻ ആളില്ലാണ്ട്. പിന്നെ എനിക്ക് എവിടെയെങ്കിലും വെച്ചൊന്ന് കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഞാൻ തരുന്നനക്ക് എനിക്ക് ചില്ലറ അഹങ്കാരമല്ല. പക്ഷെ അതിനെ അനുകൂലിച്ചുകൊണ്ട് മൗനമായിട്ടിരുന്ന കുറേ പേരുണ്ട്. അവർക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം. ബിക്കോസ് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന രീതി, അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എപ്പോഴും അവൈലബിൾ ആയ ഒരു സ്ത്രീ, ആ സ്ത്രീ ഇതുപോലൊരു റോങ് വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിൽക്കുന്നതിന് പകരം എനിക്ക് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞവർ തിരിച്ച് അതേ നാണയത്തിൽ കിട്ടിക്കോളും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ബിഗ് ബോസ് ടീം വാഴകളെ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പോ മര്യാദയോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടോക്സിക് ആയ ആളുകളെ കൊണ്ടുവന്ന് ജഡ്ജസ് ആയിട്ട് എടുത്തരുത്. ജഡ്ജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ ഒരു വാല്യൂ ഉണ്ട്. അത് നശിപ്പിക്കാനായിട്ട് വല്ല മാർക്കറ്റിലും ഒന്നിനും രണ്ടിനും അടികൂടുന്ന വൃത്തികെട്ട സ്ത്രീകളെ കൊണ്ടുവന്ന് അതിനകത്ത് ഇരുത്തിയാൽ ഇങ്ങനെ ഉണ്ടാവും. അയാളായോണ്ട് മിണ്ടാതെ നിൽക്കുന്നു. ഞാനാണെങ്കിൽ പാടെ ഇറങ്ങി അവൾക്കെതിരെ കേസ് കൊടുക്കും. അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അയാളെ ഇൻസൾട്ട് ചെയ്യാൻ അവളാരാ അധികാരി? ഇവളാണോ? ഇവളെന്തോ അവൾ മുട്ടയിടാൻ വരുന്നത് എന്തുവാ? അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ല അയാൾ ചെയ്യുന്ന ടാസ്കുകളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പറയുക, സജഷൻസ് കൊടുക്കുക എന്നതിനപ്പുറം അവനെ കയറി അവൻ്റെ പുറത്ത് കയറിയിരുന്ന് ഭരിക്കാൻ. അയാൾക്ക് വീട്ടിൽ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ അയാൾ വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഒരു മിഡിൽ ക്ലാസ്സിനെ കളിയാക്കി എൽദോയ്ക്കെതിരെ അയാൾ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതിനകത്ത് അയാൾ വ്യക്തമായി പറയുന്നത് എൻ്റെ വീട്ടിൽ അത്യാവശ്യം മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അങ്ങ് ബിലോ പോവർട്ടി ലൈൻ അല്ല എന്നുള്ള രീതിയിൽ സ്വന്തം വീട്ടിൻ്റെ കുറേ പുകഴ്ത്തലുകളൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ ഭാര്യ, മക്കൾ, അമ്മ ഒക്കെ ഇത് വീക്ഷിക്കുകയാണ്. നാളെ ഈ കുട്ടികളുടെ മുന്നിൽ ഈ അച്ഛൻ ആരായിരിക്കും? എവിടെ കിടന്നൊരു തൊട്ടിച്ചാടി പെണ്ണ് അയാളെ നോക്കി എന്തോ പറഞ്ഞു എന്നുള്ളത് ആ കുട്ടികളുടെ മനസ്സിലിരിക്കില്ലേ? ആ കുട്ടികൾ അവരുടെ ടീച്ചേഴ്സിനോട് അവരുടെ സഹപാഠികളോടൊക്കെ അച്ഛൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരും പറയത്തില്ലേ? ഇത്രയും വൾഗറായ രീതിയിൽ അയാളെ ഇൻസൾട്ട് ചെയ്യാൻ യുവക്കാർ അധികാരം കൊടുത്തു. അതെങ്ങനെ ആയ സമയത്ത് കല്യാണം കഴിക്കുക, കൊച്ചുങ്ങൾ ഉണ്ടാവുക, കുടുംബം എന്തെന്ന് അറിയുകയും ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. യാതൊരു രീതിയിലുള്ള കുടുംബ ജീവിതങ്ങൾക്കോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു മൂല്യം കൊടുക്കുന്ന സ്ത്രീയാണെങ്കിൽ ഓക്കെ. ഇതൊന്നും ഇല്ലാത്തൊരു വാഴയെ കൊണ്ടൊന്ന് ജഡ്ജാണ് ഇവള്. ജഡ്ജെന്ന് പറയുമ്പോൾ ജഡ്ജന്മാരെ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടാൻ തോന്നും. വൃത്തികെട്ട സാധനം, വെറും വൃത്തികെട്ട രീതിയിലാണ് അപ്പം അതിനെ പറയണത്. എന്തായാലും എന്താണെന്നുള്ളത് ഇന്നത്തെ ദിവസം എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അത് മാത്രമേ കുറച്ച് നേരം ഇരുന്ന് കണ്ടുള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശ്യാം മോൻ ഔട്ടായിരിക്കും. ശ്യാം എന്ന് പറയുന്ന സ്ത്രൈണതയുള്ള ഇവരുടെ വിഭാഗത്തിലുള്ള അവൻ ഇന്നായിരിക്കും. നല്ല കാര്യം. അങ്ങനെ 2-3 നേരം കൂടെ കൊണ്ടുവന്ന് അതിനകത്താക്കുക. എന്നിട്ട് മൊത്തം ട്രാൻസിന്റെ കോലുകളി എന്ന് മാത്രം അതിന് ക്യാപ്ഷൻ കൊടുത്താൽ മതി. ബിഗ് ബോസ് ഒന്ന് കൊടുക്കല്ലേ. അമ്മാതിരി ഒരു വാഴത്തനമാണ് അതിനകത്ത് നടക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സോ മച്ച്.